അഡ്വക്കേറ്റ് അനസ് സലിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അഡ്വക്കേറ്റ് അനസ്, മൂന്നാം തവണയും ഇടതുമുന്നണി അധികാരത്തിൽ എത്തുമോ? ഹരിപ്പാട് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ഹരിപ്പാട് തിരിച്ചു പിടിക്കുമോ? ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ നിങ്ങൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? അവരുടെ മുന്നിൽ നിരത്തുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? മൂന്നാം തവണയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം ഉണ്ടാകുമെന്ന കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. ആ ഗവൺമെൻറ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരിക തന്നെ ചെയ്യും. ഞങ്ങൾ പ്രധാനമായും ഹരിപ്പാട് മണ്ഡലത്തിനകത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ കിഫ്ബി ഫണ്ട് തന്നെയാണ്. 404 കോടി രൂപയുടെ വികസനമാണ് കിഫ്ബി വഴി മാത്രം ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ളത്. കിഫ്ബി എന്ന് പറഞ്ഞത് ഹരിപ്പാടിൻ്റെ MLA മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നതാണ്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ് കേരളത്തിലാകെ നടന്ന് കിഫ്ബിയെ ആക്ഷേപിക്കുകയും ഹരിപ്പാട്ട് കിഫ്ബിയുടെ പദ്ധതികളാകെ നടപ്പാക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. ഗവൺമെൻറ്റിന് ജനങ്ങളെ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഏത് MLA ഭരിച്ചാലും വികസനം എന്നത് ഉറപ്പുവരുത്തുന്നത് കൊണ്ടാണ് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 120 കോടി രൂപയുടെയാണ് വലിയഴീക്കൽ പാലം. മുതലക്കുറിച്ചക്കൽ പാലം 15 കോടി രൂപയിലധികം ചെലവാക്കിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹരിപ്പാട് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള്, അപ്പുറത്ത് തൃപ്പക്കുടത്തിൻ്റെ റെയിൽവേ മേൽപ്പാലം. ഇത് പറയുമ്പോൾ ഗവൺമെൻറ് അനുവദിച്ച ഒട്ടേറെ പദ്ധതികൾ ഈ മണ്ഡലത്തിനകത്ത് നഷ്ടപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി. ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിരുന്നു ഹരിപ്പാട് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രൗണ്ട്. ആ പണമാകെ നഷ്ടപ്പെടുത്തി ആ അന്താരാഷ്ട്ര നിലവാരം, ഇപ്പോൾ പണിയുന്ന ഗ്രൗണ്ടിന് അന്താരാഷ്ട്ര നിലവാരമില്ല. അതാകെ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാൻ പദ്ധതികൾക്ക് കഴിയാതെ പദ്ധതികളാകെ ഇല്ലാണ്ടാക്കുന്ന സമീപനമുണ്ട്. ഹരിപ്പാട് ഒരു സർക്കാർ ആശുപത്രിയുണ്ട്, താലൂക്ക് ആശുപത്രി. ആ ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് ഗവൺമെൻറ് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ MLAയുടെ പിടിവാശിയും നഗരസഭയുടെ നിയന്ത്രണത്തിൽ അത് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്താത്തത്. നിങ്ങൾ മറ്റ് ആശുപത്രികളുമായി കമ്പയർ ചെയ്യുക. 7 നിലയുള്ള കെട്ടിടമാണ് മാവേലിക്കരയിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. 5 നിലയുള്ള കെട്ടിടമാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തത്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അരൂർ താലൂക്ക് ആശുപത്രി നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കും. ആലപ്പുഴയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള എയിംസിന്റെ നിലവാരമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഹരിപ്പാട്ട് വികസനം അട്ടിമറിക്കുന്നതിന് MLA നേതൃത്വം കൊടുക്കുക. 7 കൊല്ലമായി തൃക്കുന്നപ്പുഴയിൽ പാലത്തിന്റെ പണി തുടങ്ങിയിട്ട് സമയബന്ധിതമായി ഇതൊന്നും പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഹരിപ്പാട്ട് ജനങ്ങൾക്ക് MLA കയ്യെത്തും ദൂരത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഹരിപ്പാട്ടുകാർക്ക് വേണ്ടത് ഹരിപ്പാടിന്റെ ഒരു ജനപ്രതിനിധി, ഹരിപ്പാട്ടുകാർക്ക് പ്രാപ്യരായ അവരുടെ കയ്യെത്തും ദൂരത്തുണ്ടാകുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് പിടിച്ചാൽ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധി ഹരിപ്പാട്ട് നിന്ന് കേരള നിയമസഭയിലേക്ക് പോകും. ഒരു തർക്കവും വേണ്ട.